ഒരു കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, അതല്ലെങ്കിൽ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറഞ്ഞാലോ, എത്ര ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരിക്കും. ഒരു പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് ചെറിയുള്ളിയും ഒരു സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ചേർത്ത് കൈവച്ച് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൈവച്ചതായി ഇതുപോലെ നന്നായിട്ട് അമർത്തി കുഴച്ച് എടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച പച്ചമാങ്ങയുടെ കൂടെ ഈ ഒരു മിക്സും കൂടി കൂട്ടിച്ചേർത്ത് കുറച്ച് തേങ്ങാപ്പാലും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മൺചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. മാങ്ങ നന്നായി വെന്തുടയുന്നതാണ് കണക്ക്. അതിനുശേഷം ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പതപ്പിച്ച് വാങ്ങി മാറ്റി വയ്ക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയുള്ളിയും ഉണക്കമുളകും കൂടി നമുക്ക് വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ വായിൽ കപ്പലോടിക്കാവുന്ന അങ്കമാലി മാങ്ങാക്കറി റെഡി.